ഒരുമിച്ച് കളിച്ചു വളർന്ന സഹോദരങ്ങളുടെ മക്കൾ ഒരുമിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത് നാട്ടുകാർക്കും വിശ്വാസികൾക്കും അത്ഭുതമായി. എണ്ണപ്പാറ സ്വദേശികളായ ഡീക്കൻ എബി ജോൺ പാലനിൽക്കും തൊട്ടിയിൽ, ഡീക്കൻ ആൽബിൻ മാത്യു ഉണ്ണാണ്ടൻ പറമ്പിൽ എന്നിവരാണ് ഒരുമിച്ച് തിരുപ്പട്ട സ്വീകരിച്ചത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ എബിൻ ജോണി പാലനിൽക്കും തൊട്ടിയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 11 ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കൗതുകമുള്ളൊരു സംഭവം നടന്നു. അതായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പട്ടം ഈ ദിവസം ഉണ്ടായിരുന്നു. അതിലേറെ കൗതുകമുള്ളത് ഞങ്ങൾ രണ്ടുപേരും ആങ്ങളെയും പെങ്ങളുടെയും മക്കളാണ്. ഞങ്ങൾ ഫസ്റ്റ് കസിൻസാണ്. ഞങ്ങൾ സെമിനാരിൽ ചേർന്ന് ഒന്നിച്ച് ഒരു കോൺഗ്രിഗേഷനിൽ തന്നെ പഠിച്ച് 11-13 കൊല്ലം ഒന്നിച്ച് ഫോർമേഷൻ കഴിഞ്ഞ് ഒരേ പള്ളിയിൽ ഒരേ ഇടവകയിൽ ഒരേ ദിവസം ഞങ്ങളുടെ പട്ടം കഴിഞ്ഞു. എൻ്റെ പേര് ഫാദർ ആൽബിൻ മാത്യു ഉണ്ണാണ്ടൻ പറമ്പിൽ. നേരത്തെ പറഞ്ഞ ആംഗ്ല പങ്കാളി മക്കന്മാരിൽ ഒരാളാണ്. ഈ കഴിഞ്ഞ മാസം 11 അഭിമന്യ മാർ പമ്പളാനി പിതാവിൻ്റെ കൈവപ്പ് പ്രാർത്ഥന വഴി ഞങ്ങൾ രണ്ടുപേരും വൈദികരായി കൊച്ചച്ചന്മാരായിട്ട് ഞങ്ങളുടെ വൈദിക ജീവിതം, മിഷൻ ജീവിതം തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സഹോദരൻ്റെ കല്യാണം, അത് ഞങ്ങൾക്ക് അന്നേ ദിവസം ഞങ്ങളുടെ പുത്തൻ കുർബാനയിൽ തന്നെ അവരെ കെട്ടിക്കാനുള്ളൊരു വലിയൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ചെറുപ്പം മുതലേ പള്ളിയിൽ അൾത്താരബാലനൊക്കെ ആയിട്ട് ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ജനിച്ചു വളർന്നതൊക്കെ എണ്ണപ്പാറ ഇടവകയിലാണ്. ഞങ്ങൾ പട്ടം സ്വീകരിച്ച് ഞങ്ങളുടെ എണ്ണപ്പാറ ഇടവകയിൽ. പിന്നീട് എൻ്റെ കുടുംബം ഞങ്ങൾ കാഞ്ഞങ്ങാടേക്ക് മാറുകയുണ്ടായി. അപ്പോൾ കാഞ്ഞങ്ങാട് വെച്ചിട്ടാണ് എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഈ ദൈവവിളി എന്നുള്ള ഒരു ബോധ്യമൊക്കെ നമുക്ക് തോന്നി തുടങ്ങുന്നത്. പിന്നെ ദൈവവിളി എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഒരു ദിവസം സംഭവിക്കുന്ന ഒന്നല്ല, ഇതൊരു ജേണിയാണ്. ചെറുപ്പം മുതലും രാവിലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസവും പള്ളിയിൽ പോയി പള്ളിയിലത്തെ ആക്ടിവിറ്റീസൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അത് എനിക്ക് ഭയങ്കര ഒരു ആകർഷണമായി. തമ്പുരാനിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് ഭയങ്കര ഒരു അട്രാക്ഷനും, തമ്പുരാൻ നമ്മളെ അൾത്താരയിലേക്ക് കയറി വാടാ എന്ന് പറയുന്ന ഒരു ഫീലിലേക്കൊക്കെ അത് നമുക്ക് തോന്നി തുടങ്ങി. ഞാൻ വികാരി അച്ഛനോടും വീട്ടിലൊക്കെ പറഞ്ഞു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആ സമയത്തും ഈ മഹാനെ വിളിക്കുന്നുണ്ട്, എബിനെ എങ്ങനെയുണ്ട്, ഞാൻ പോകുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വേറൊരു കസിൻ ഉണ്ട്. ഞങ്ങൾ 3 പേരും ഒരു ലൈനാണ്, ഒരേ സെയിം ഏജ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റിൻ എന്നാണ് പുള്ളീൻ്റെ പേര്. അപ്പോൾ പുള്ളിയോട് പോയിട്ട് പറഞ്ഞു, എടാ ഞാനിങ്ങനെ ദേവിളി ക്യാമ്പിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനാവുമെന്നും അറിയത്തില്ല, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇല്ല. അപ്പോൾ ഞാൻ മാത്രം അന്ന് ദേവിളി ക്യാമ്പിന് പോയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹം, ചെറുപ്പം മുതലേ സീറോ മലബാർ സഭയിൽ, അതായത് നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ ഒരു വൈദികനാണ്. കാരണം എനിക്ക് അതിനു മുമ്പ് മിഷൻ എന്താണെന്നോ കോൺഗ്രിഗേഷൻസ് എന്താണോ ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവോ ഒന്നുമില്ലായിരുന്നു. എനിക്ക് ആകെ അറിയുന്നത് അച്ഛന്മാർ വിശുദ്ധ കുർബാന ചെല്ലുന്നു, കൂദാശകൾ പരിക്രമം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. തലശ്ശേരി രൂപതയിൽ കയറാൻ പറ്റില്ല, കാരണം തലശ്ശേരി രൂപതയിലേക്ക് വെറും 15 പേരൊക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ള ചാൻസ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ഇടവകളിൽ വരുന്നു. ബഹുമാനപ്പെട്ട ജോസ് കളയിക്കൽ അച്ഛനോട് പറയുന്നു, ആ സമയത്ത് ഞങ്ങളുടെ ഇടവകയിൽ കൊച്ചച്ഛനായിട്ടുണ്ടായിരുന്ന ബെന്നി തടത്തിൽ എന്ന് പറയുന്ന അച്ഛൻ, ഞാനിപ്പോൾ ഞങ്ങളായിരിക്കുന്ന മിഷണറീസ് ഓഫ് സേക്രഡ് ഹാർട്ട്സിൻ്റെ ഞങ്ങളെപ്പോലെ ഒരു കൊച്ചച്ഛനായിരുന്നു. കൊച്ചച്ഛനായിട്ട് അച്ഛൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ആയിട്ടാണ് കാഞ്ഞങ്ങാടേക്ക് വന്നത്. അപ്പോൾ അച്ഛനോട് കളരിക്കലച്ഛൻ പറഞ്ഞു, എന്നാൽ നീ ബെന്നിയച്ഛൻ്റെ കൂടെ പൊക്കോ, അതൊരു നല്ല മിഷണറി സമൂഹമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സഭയിൽ കയറുന്നത്, അതായത് ഞങ്ങളുടെ മിഷണറീസ് ഓഫ് സേക്രഡ് ഹാർട്ട്സിലേക്ക് എത്തിപ്പെടുന്നത്. പോയി ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും അതേ മാമൻ വിളിക്കുന്നു, അതേ എബിന് ഇവിടെ കിടന്ന് പറയുന്നുണ്ട് അവനും സെമിനാരിൽ പോകണം. അങ്ങനെയാണ് ഞങ്ങൾ എബിനച്ഛനും ഞങ്ങളുടെ മിഷണറീസ് ഓഫ് സേക്രഡ് ഹാർട്ട്സിലേക്ക് വന്ന് കയറുന്നത്. അപ്പോൾ ആൽബിനച്ചൻ പറയുകയുണ്ടായി ആ 2 മാസത്തിൽ എന്ത് സംഭവിച്ചു എന്ന്. ഞാനപ്പോൾ +1 ചേർന്ന് താനൂർ സ്കൂളിൽ, എൻ്റെ അവിടെ അടുത്തുള്ള സ്കൂളിലായിരുന്നു ചേർന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനവിടെ ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു, ഞങ്ങളുടെ എണ്ണപ്പാറയിൽ തന്നെ ഒരു ക്ലബ്ബിൽ. ഒരു ദിവസം ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ചെത്തിയപ്പോൾ എൻ്റെ കസിനായിരുന്ന ഒരു കസിനായിരുന്ന ഒരു അച്ഛനാണ്, IMSലെ ഒരു അച്ഛൻ വന്ന് വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ എന്നെ കണ്ടപാടെ ഫുട്ബോൾ കളി കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഫുട്ബോളൊക്കെ കളിക്കുമല്ലേ, ഞങ്ങൾ സെമിനാരിയിലും കളിക്കുമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വളരെ ഫണ്ണി ആയിട്ട് എന്നോട് പറഞ്ഞു. സെമിനാരി വരുന്നുണ്ടോ എന്ന് ചോദിച്ച് തീർന്നതിന് മുമ്പ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, നീ പോയാൽ ശരിയാവത്തില്ല, നിനക്ക് പറ്റത്തില്ല പരിപാടി എന്നൊന്നും. അപ്പോൾ എനിക്കൊരു വാശി പോലെ, എനിക്കെന്താ പോയാൽ
അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് സെറ്റായി. അപ്പോഴത്തേക്ക് ആൽബിനച്ചനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള കാര്യം. അപ്പോൾ ആൽബിനച്ചൻ അവിടുത്തെ റെക്ടറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛൻ ജോസഫ് പുതിയകുന്നേൽ അച്ഛൻ്റെ അടുത്ത് പോയി ചെന്ന് പറഞ്ഞു ഇന്ന ദൈവം വിളിച്ചിരിക്കുന്നു, നീ പൊക്കോളെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങ് വിട്ടു. ബാക്കിയുള്ള സെമിനാരിനെ പോലെയല്ല, നമ്മൾ മിഷണറീസ് ആകുമ്പോൾ കേരളത്തിൽ നിന്ന് 5 പേരെ, തമിഴ്നാട്ടിൽ നിന്ന് 5 പേരെ, കർണാടകയിൽ നിന്ന് 5 പേരെ, ആന്ധ്രയിൽ നിന്ന് 5 പേരെ, പിന്നെ ഹിന്ദി സ്പീക്കിംഗ് ആയിട്ട് ഒരു 5-10 പേര്, അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക ഈ ഒരു ഫോർമേഷനിലേക്ക്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് വളരെ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ആദ്യം ഫസ്റ്റ് വർഷം ഓറിയൻറ്റേഷൻ ആയിട്ടുള്ളത് എറീക്കോ ഭവൻ ആണ്. അതായത് കൊട്ടിയൂരിനടുത്ത് മഞ്ഞളാമ്പുറത്തുള്ളൊരു സ്ഥലമാണ് മഞ്ഞളാമ്പുറം. അവിടെ എറീക്കോ ഭവൻ എന്ന് പറഞ്ഞൊരു മനോഹരമായ ഒരു സെമിനാരി ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന റെക്ടറച്ചൻ ജോബിയച്ചനായിരുന്നു. ജോബിയച്ചനും ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പട്ടം കിട്ടി കൊച്ചച്ചന്മാരായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോബിയച്ചനെ ഓർക്കുകയാണ്. ജോബിയച്ചൻ ഞങ്ങൾക്ക് അന്ന് തന്ന സന്തോഷത്തെയും സ്നേഹത്തെയും സപ്പോർട്ടിനൊക്കെ അച്ഛൻ ഒത്തിരി നന്ദി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മൈസൂരേക്കാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ സഭയ്ക്ക് സെമിനാരി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ മൈസൂർ സെമിനാരിയൻസിനോട്, അതായത് മൈസൂരിൻ്റെയും ഷിമോഗ ഡയസിസിൻ്റെയും അസംസോ ഡയസിസിൻ്റെയൊക്കെ റീജിയണൽ സെമിനാരി ഉണ്ട് മൈസൂർ, സെൻറ്റ് മേരീസ് മൈനർ സെമിനാരി എന്ന്. അപ്പോൾ ഞങ്ങൾ മിഷണറീസ് ഓഫ് സേക്രഡ് ഹാർട്സിൻ്റെ ബ്രദേഴ്സും ഞങ്ങൾ അതിൽ പോയി കയറി. സെമിനാരി ചേരാൻ ജോബിച്ച് എനിക്ക് പെർമിഷൻ തന്നെങ്കിലും പലവിധ സാഹചര്യങ്ങളെ എനിക്ക് ആ ദിവസങ്ങളിൽ എത്താൻ പറ്റിയില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞു എന്നോട് നവംബർ 15, അതായത് 2013 നവംബർ 15 എത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നവംബർ 15 2013 ഞങ്ങളിങ്ങനെ എണ്ണപ്പാറ ഇടവകയിൽ നിന്ന് കേരളത്തോട്ട് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയി കഴിയുമ്പോഴാണ് അവിടുന്ന് ഇവിടെ വിളക്കന്നൂർ എന്നൊരു ബ്രദറുണ്ടായിരുന്നു. ആ ബ്രദർ പറഞ്ഞു എൻ്റെ പള്ളിയിൽ ഈശോയിൻ്റെ മുഖം ദിവ്യകാരുണ്യ അത്ഭുതം നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പപ്പനെയും മമ്മേനെയും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ ആ പള്ളിയിലാണെന്ന്. എന്നെ തിരിച്ചു കൊണ്ടുപോയി അവിടെ സെമിനാറിലാക്കി തിരിച്ചു വരുന്ന വഴിക്കാണ് അവർ ആ പള്ളി കയറിയിരുന്നത്. അത് കഴിഞ്ഞ് 13 കൊല്ലവും ഈ ദിവ്യകാരുണ്യം അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു ഗ്യാപ്പില്ല. ഞങ്ങളുടെ ഓർഡിനേഷൻ ഏകദേശം ഫിക്സാക്കി കഴിയുമ്പോഴാണ് ഇത് അത്ഭുതമായിട്ട് വത്തിക്കാനിൽ നിന്ന് പെർമിഷനൊക്കെ വരുന്നത്, അടയാളമായിട്ട്. അത് ഞങ്ങൾക്കും ഒരു ദൈവവിളീൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാനും കണക്കാക്കുന്നത്, ഞങ്ങളൊരു റൈറ്റ് പാത്തിലാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മൈസൂരിൽ നിന്ന് ഈ ഫോർമേഷനൊക്കെ കഴിഞ്ഞെത്തുന്ന ഞങ്ങളുടെ തന്നെ സെമിനാരിയായ ബാംഗ്ലൂർ ഞങ്ങൾ സിറ്റി ഹൗസ് എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ആൽഫ സ്ട്രീറ്റിലെ ഒരു ഹൗസാണ്. അപ്പോൾ ഞങ്ങൾ സിറ്റി ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഒരു അനുഭൂതിയാണ്. ഞങ്ങളുടെ അച്ഛന്മാരെ ഞങ്ങൾ ഒരു വാം വെൽക്കമിങ്, ഒരു 2 കൊല്ലത്തെ പര്യടനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. അവിടെ തന്നെയാണ് ഞങ്ങൾ ഫിലോസഫിയും ഡിഗ്രിയും ചെയ്തത്. ഞങ്ങൾ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ BCS സിറ്റി ഇൻ ദ ഇന്ത്യ, അവിടെ നിന്ന് ഞങ്ങളൊരു കുഗ്രാമത്തിലേക്ക്, ഒരു ഫോറസ്റ്റിലേക്ക് പോയി, ഒരു വനവാസം, നോവിഷേറ്റ് ഹൗസ്. അവിടെ രാവിലെ എണീക്കുന്നത് കോഴികളുടെയും കാട്ടുകോഴികളുടെയൊക്കെ കർച്ചവും കാട്ടുപോത്തിൻ്റെ കൊച്ചയൊക്കെ കേട്ടാണ് ഞങ്ങളവിടെ എണീക്കുന്നതൊക്കെ. പഠിത്തവും പഠനവും പ്രാർത്ഥനയും എല്ലാം കൊണ്ടും നിറഞ്ഞ് പാക്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ. അങ്ങനെ ആ സമയത്താണ് കോവിഡും തുടങ്ങുന്നത്. പല ഭീഷണികൾ ഈ 12 years ഓഫ് ഫോർമേഷനകത്ത് ഇങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്, കോവിഡ് അടക്കം. ആ കോവിഡ് ഇന്ത്യയിൽ വരാത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ റീജൻസിക്കായിട്ട് ഞങ്ങൾ രണ്ട് സ്ഥലത്തേക്കായിട്ട് പറഞ്ഞു വിട്ടു. ഒരാൾ ജാർഖണ്ഡിലും ഞാൻ ആന്ധ്രയിലും. ഞാൻ ആന്ധ്രയിലൊരു സ്കൂളിൽ പഠിപ്പിക്കുകയും അവിടെയുള്ള ഇടവക ഞങ്ങളുടെ തന്നെയാണ്, ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ഫൗണ്ടറിൻ്റെ നാമം സെൻറ്റ് ഗയത്താനോ എറിക്കോ ചർച്ച്. ഞങ്ങൾ 2013 മുതൽ ഫോർമേഷനിൽ ഒരുമിച്ചുള്ളതാണ്. അതിനു മുമ്പ് ചെറുപ്പകാലത്ത് ഞാൻ 1906 ജനിച്ചാണ്, എബിനച്ചൻ 97 ജനിച്ചാണ്. അപ്പോൾ എല്ലാം കളിച്ചും വളർന്ന എല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ, സിസ്റ്റേഴ്സ് അച്ഛന്മാരൊക്കെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് വളരെ നമ്മളത് അറിയണമെങ്കിൽ നമ്മൾ ശരിക്കും അവിടെ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ എനിക്ക് 2020 എന്ന് പറയുന്ന വർഷം എൻ്റെ വൊക്കേഷൻ സ്റ്റോറിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമായിട്ട് ഞാൻ കണക്കാക്കും. കാരണം
എന്തിനാണ് ദൈവം എന്നെ വിളിച്ചതെന്നുള്ള എന്നെ ഒരു ബോധ്യം കൂടി, കർത്താവ് നമുക്ക് ഒരു ഉറപ്പും കൂടി തരികയാണ് അവിടെ നിന്ന്. അപ്പോൾ ഈ തിയോളജി പഠിക്കാൻ റോമിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവന്മാർ ഭയങ്കര ബുജി ടീമുകളൊക്കെ, നമ്മളെ പഠിക്കുന്ന പിള്ളേരെ ബുജി എന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ സാധാരണ ഒരു അഹങ്കാരവും ഇല്ലാണ്ട് അന്നു വേണ്ടുന്ന ആഹാരത്തിനെ പോലെ അന്നു വേണ്ട കാര്യം മാത്രം പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് പാവങ്ങളായിരുന്നു. ആ ഫിലോസഫി ആണെങ്കിലും ഞങ്ങൾക്ക് അധികം അഹങ്കാരമൊന്നുമില്ല, ഞങ്ങൾക്ക് വേണ്ടത്ര മതി എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പാവങ്ങളായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അങ്ങോട്ട് പോകുന്നു 2021 സെപ്റ്റംബർ മാസം, അതും കോവിഡിൻ്റെ പീക്കായിട്ടുള്ള ടൈമാണ്. അവിടെ എത്തി ലൈഫ് കംപ്ലീറ്റ്ലി അവിടുന്ന് ചേഞ്ചായി. റോമിലേക്ക് പോയിട്ട് ഒരു ടൂർ അടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ഞങ്ങളെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു അച്ഛൻ്റെ പേര് ആഞ്ചലോ തെറസിയാനോ. അപ്പോൾ ഞങ്ങൾ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ പറയും ഞങ്ങളുടെ വൈദിക ജീവിതത്തിലും ഞങ്ങളുടെ ഫോർമേഷനിലും ഞങ്ങളുടെ അപ്പനായിട്ട് നിന്ന ഒരു മനുഷ്യനാണ് ഫാദർ ആഞ്ചലോ തെറസിയാനോ. ദൈവാനുഗ്രഹത്തിൽ അച്ഛൻ ഞങ്ങളുടെ പട്ടത്തിന് ഇറ്റലിയിൽ നിന്ന് വന്ന് ഇവിടുന്ന് ഞങ്ങളുടെ പട്ടം കുത്തിന് കൂടുകയും ചെയ്തു. ഞങ്ങൾ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പട്ടം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതായത് കൂടുതൽ സഹനങ്ങളിലൂടെ കടന്നു പോയൊരു സമയമാണ്. കാരണം 2024 ഡിസംബർ മുതൽ, കാരണം ഞാൻ വരുന്നത് എണ്ണപ്പാറ ഇടവകയിൽ നിന്നാണെങ്കിലും എനിക്ക് ഞങ്ങളുടെ വീട്ടിലത്തെ സിറ്റുവേഷൻസൊക്കെ വെച്ചിട്ട് എനിക്ക് ഒരു സ്ഥിരമായിട്ട് ഒരു ഇടവകയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. ഓരോ പ്രാവശ്യം അവധിക്ക് വരുമ്പോൾ ഞാൻ ഓരോ ഇടവകയിലാണ്. സെമിനാരി കയറുന്നത് കാഞ്ഞങ്ങാട് ഇടവകയിലാണ്. ആദ്യത്തെ അവധിക്ക് വരുമ്പോൾ എണ്ണപ്പാറ ഇടവകയിലാണ്. രണ്ടാമത്തെ അവധിക്ക് വരുമ്പം അങ്കമാലിയിലാണ്. അങ്കമാലി തന്നെ പല ഇടവകളിലൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഈ ഒരു പട്ടം നടത്തുമ്പോൾ പട്ടം ഇടവകേൻ്റെ ആഘോഷമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഇടവകയില്ല. ഞാനപ്പോൾ എനിക്ക് ഭയങ്കര പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് ഞാനിത് എന്ത് ചെയ്യും, എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ പട്ടം എങ്ങനെ നടത്തുമെന്ന് അറിയത്തില്ല, എനിക്കൊരു സ്വന്തമായിട്ട് ഇടവകയില്ല, ഞാൻ ആരോട് പോയി പറയും. അപ്പോഴാണ് എബിനച്ചൻ പറയുന്നത്, ഞാൻ പട്ടം നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടത്തുള്ളൂ എന്ന് എബിനച്ചനും എബിനച്ചൻ്റെ പപ്പയും പറയുന്നു. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. കാരണം ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഈ പട്ടം നടത്തുമ്പോൾ, പട്ടം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് നടന്നു വരുമ്പോഴത്തേനും അതിൻ്റേതായിട്ടുള്ള അതിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്നും അറിയാണ്ട് എബിനച്ചൻ്റെ ചാച്ചൻ അത് വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചു. ഞങ്ങളുടെ വികാരി അച്ഛൻ ജോയ്സ് കരിക്കാത്തടത്തിലച്ഛൻ, ഏകദേശം എനിക്ക് തോന്നുന്നു രൂപത്തിൽ എല്ലാവർക്കും അറിയുമായിരിക്കും. ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സ്മൈലുള്ളൊരു അച്ഛനാണ്. ഇതിപ്പോൾ ഞങ്ങൾ 2 സെമിനാരിയൻസ് തിയോളജി പഠനം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് ഞങ്ങളുടെ പട്ടം തീരുമാനിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഇടവകയിൽ പ്രിപ്പറേഷൻ തുടങ്ങിയത് അച്ഛനാണ്. ഞങ്ങളെക്കാളും കൂടുതൽ പ്രിപ്പയർ ചെയ്തത് അച്ഛനാണ്. അച്ഛൻ മാത്രമല്ല, ഇടവകേനെ മൊത്തം പ്രിപ്പയർ ചെയ്തു, ഇടവക അംഗങ്ങൾ പ്രിപ്പയർ ചെയ്തു, പള്ളി പ്രിപ്പയർ ചെയ്തു, അവിടെ 24 മണിക്കൂർ ധ്യാനം വെച്ചു, എന്തെല്ലാം ആരാധന വെച്ചു, പ്രാർത്ഥനകൾ എന്തൊക്കെ ചെയ്തു എന്ന് അച്ഛന് പോലും അറിയത്തുണ്ടാവില്ല അത്ര ഈ സമയത്ത് എന്തൊക്കെ ചെയ്തു. അപ്പോൾ അച്ഛന് ഞങ്ങളുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പ്രാർത്ഥിക്കണം, കുർബാനയുടെ ഇങ്ങനെയൊക്കെ ചെയ്യണം. കുർബാനേൻ്റെ കുറേ വീഡിയോസ് അയച്ചു തന്നു. കാരണം ഞങ്ങൾ ലാറ്റിൻ കോൺഗ്രിഗേഷൻ ആയതുകൊണ്ട് സിറ മലബാർ കുർബാനയോ അങ്ങനെ മലയാളം വരെ വിട്ടുപോയിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ വേറൊരു കൗതുകമുള്ള സംഭവം ഞങ്ങളുടെ ഓർഡിനേഷനിൽ എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടായിയുടെ വിവാഹമായിരുന്നു. എൻ്റെ ഓർഡിനേഷൻ്റെ അന്ന് തന്നെ ഞങ്ങൾക്ക് എൻ്റെ ചേട്ടായിയുടെ കല്യാണം നടത്താൻ പറ്റി. അങ്ങനെ ഞങ്ങളുടെ പുതിയ വൈദിക ജീവിതം അങ്ങനെ തുടങ്ങുകയാണ്. ഒരു വലിയ യാത്രയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കൂടുതൽ സഭയിലേക്ക് വൊക്കേഷൻസും ദൈവവിളികളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. Blessed be the Sacred Hearts. Now and forever.